കഥ കേൾക്കാനാണ് ഭാഗവതം എന്നതൊരു ധാരണ എവിടെയോ നമ്മൾ തെറ്റായി മനസ്സിലാക്കി. അതെങ്ങനെ നമ്മുടെ കേരളത്തിൽ ആയി എന്നെനിക്കറിയില്ല. വാസ്തവത്തിൽ ഭാഗവതം കേൾക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത് കഥ കേൾക്കാനേ അല്ല. ഭാഗവതം കഥകളിലൂടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കാൻ, ശ്രേഷ്ഠമാക്കാൻ, അതിനുള്ള ഒരു വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. എപ്പോഴും ഓർക്കണം, ഇനിയും പരിണാമമുണ്ട്, മനുഷ്യന് വികാസമുണ്ട്. ഈ പരിണാമം എന്നതിനി മനുഷ്യൻ്റെ ശരീരതലത്തിൽ സാധ്യമല്ല. ഡാർവിൻ പറഞ്ഞു, ഇനി ശരീരത്തിലൊരിക്കലും വികാസമില്ല, ഇവിടം കൊണ്ട് തീർന്നു. ഇനിയുള്ളത് മനസ്സിൻ്റെ തലത്തിലാണ് വികാസവും പരിണാമവും. അപ്പം മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന്, ഹൂ ആം ഐ എന്നൊരു ചോദ്യത്തിന് ഇന്ന് നമുക്ക് ഉത്തരമില്ല. നമ്മളിപ്പോൾ ഹ്യൂമൻ ബീൻ, ഞാൻ മനുഷ്യനാണ്, ഹൂ ഈസ് ദിസ് ഹ്യൂമൻ ബീൻ, ഹൂ ഈസ് ദിസ് മനുഷ്യൻ എന്ന് ചോദിച്ച ഉത്തരമില്ല നമുക്ക്. അപ്പം അവിടെയാണ് ആ വാക്കുകളൊക്കെ സംസ്കൃതത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്കൊരർത്ഥം മനസ്സിലാവുന്നത്. മനീഷയിൽ നിന്നാണ് മനുഷ്യൻ വരുന്നത്. ആ വാക്ക് നോക്കൂ നിങ്ങൾ, മനുഷ്യൻ എന്നൊരു വാക്ക് സംസ്കൃത വാക്കാണത്. മനീഷ, അതിൽ നിന്നാണ് മനുഷ്യൻ വന്നത്. മനീഷ എന്നാൽ ചിന്തിക്കാൻ കഴിയുന്ന മനസ്സിനെയും ബുദ്ധിയാണ് എന്ത് പറയുന്നത്, മനീഷ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയുന്ന മനസ്സാണ്, ബോധ മനസ്സാണ്. ഈ ബോധ മനസ്സെന്ന വിഷയത്തെ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയാത്തൊരു വിഷയം, നമുക്കും അറിയില്ല അത് എന്താണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സെന്ന് പറയുന്നതിനെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ പഠിച്ചിരിക്കുന്നത്. ആ വിഷയമാണ് അവർ കൂടുതൽ എടുത്തിരിക്കുന്നത്. അധ്യാത്മം എന്ന വാക്കിന് തന്നെ അർത്ഥം മനസ്സിനെക്കുറിച്ചുള്ള പഠനം എന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് ആത്മീയം. നിങ്ങൾ നോക്കൂ, ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം. ഞാൻ പറയുന്നതൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളതൊന്നും പഠിച്ചില്ല, ആരും പറഞ്ഞു തന്നില്ല. നമ്മൾ ആത്മീയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ദൈവവുമായി ബന്ധപ്പെട്ടതെന്നാണ്. ദൈവത്തെക്കുറിച്ചല്ല ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. ഹിന്ദുമതം ഒരു ദൈവമതമല്ല. അത് പാശ്ചാത്യരുണ്ടാക്കിയ സെമിറ്റിക് മതങ്ങളാണ്. അതൊക്കെ ദൈവമതമാണ്. ഹിന്ദുമതം ഒരു ദൈവമതമല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് യാചിക്കുന്ന, ദൈവത്തെ തൊഴുന്ന ഒരു മതമല്ല ഹിന്ദുമതം. നമ്മളിപ്പോൾ ഒരു 1000-2000 വർഷമായിട്ട് ക്രിസ്ത്യനൈസ്ഡ് ഹിന്ദുക്കളായിപ്പോയി. കാരണം ഇവിടെ ക്രിസ്തു മതം വളരെയധികം പ്രചരിക്കപ്പെട്ടു. അപ്പം അവരുടെ വാക്കുകളും അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യുന്നത്. ആക്ച്വലി ഇതല്ല അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊരു ക്രിസ്ത്യൻ കൾച്ചറിൻ്റെ വേറൊരു രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. നമുക്കറിയാതെ പോയതാണത്, പഠിച്ചില്ലേ നമ്മളാരും. ഹിന്ദുമതം എന്നത് മനസ്സിൻ്റെ മതമാണ്. അത് ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, സ്വഭാവോ അധ്യാത്മമുച്യതേ. സ്വഭാവമാണ് അധ്യാത്മം. സ്വഭാവം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണോ, മനസ്സെന്നാണോ, ദൈവം എന്നാണോ? ഒരാളുടെ സ്വഭാവം ശരീരമാണോ, മനസ്സാണോ, അതോ ദൈവം എന്നാണോ അർത്ഥം? സ്വഭാവം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സ് എന്നല്ലേ അർത്ഥം? സ്വഭാവോ അധ്യാത്മം ഉച്യതേ. അധ്യാത്മം എന്നാൽ സ്വഭാവം എന്ന് ഉച്യതേ പറയുന്നു. കൃഷ്ണൻ്റെ നിർവചനാണ്. അപ്പം ദൈവത്തെക്കുറിച്ചാണോ അധ്യാത്മം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത്? ആണോ? അങ്ങനെ ഒരു വാക്ക് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അപ്പം സ്വഭാവോ അധ്യാത്മമുച്യതേ പറയുന്നു. സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് അധ്യാത്മം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി അബൌട്ട് യുവർ ഓൺ മൈൻഡ്. സ്റ്റഡി മൈൻഡിനെ കുറിച്ച് പഠിക്കലാണ്, മനസ്സിനെ മനസ്സിലാക്കലാണ്. പക്ഷേ അച്ഛനമ്മമാരൊന്നും അതിലൊന്നും ശ്രദ്ധിച്ചില്ല. അവരങ്ങനെ ബ്ലൈൻഡ്ലി ഇതൊക്കെ കൊണ്ടു നടന്നു. അതുകൊണ്ട് മുമ്പേ ഗമിച്ചിടുന്ന ഗോവു തൻ്റെ
പിമ്പേ ഗമിക്കും ബഹു കോക്കളല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒഴിഞ്ഞിടണു, ഞാനും ഒഴിഞ്ഞിടണു. മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മളറിയാതെ ഓരോന്ന് ആചരിക്കും. ഈ ആചരിക്കുന്നതൊക്കെ ആരെങ്കിലും മുമ്പ് ചെയ്തു വെച്ചത് എന്തെങ്കിലും ആയിരിക്കും. ഇപ്പം നിങ്ങൾ കർണാടകയിൽ പോകുന്നു, കർണാടകയിൽ പോയി നിങ്ങളറിയാത്തൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരാൾ കുനിഞ്ഞ് നമസ്കരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെന്ത് ചെയ്യും? അവിടെ കുനിയും. ഒരുപക്ഷെ അയാൾ വീണ കാശെടുക്കാനായിരിക്കും കുനിഞ്ഞുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ഒരു ധാരണ അയാൾ അവിടെ എന്തോ ഭക്തിയിൽ നമസ്കരിച്ചതാണ്. നിങ്ങളും പോയി നമസ്കരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? കുറേ നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തു പോയി, അറിയാതെ ആചരിക്കുക. അപ്പം സ്വഭാവോ അധ്യാത്മമുച്യതേ. അധ്യാത്മം എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. പതഞ്ജലി മഹർഷി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് യോഗസൂത്രം. പതഞ്ജലി യോഗസൂത്രം. അതിലെ ആദ്യത്തെ മന്ത്രം, ഫസ്റ്റ് മന്ത്രം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മന്ത്രം, ശരിക്ക് നെക്സ്റ്റ് മന്ത്രം എന്നല്ല പറയാം, പക്ഷേ ഫസ്റ്റ് മന്ത്രം എന്ന്. കാര്യം ഫസ്റ്റ് മന്ത്രം അത് യോഗാനുശാസനം എന്നുള്ളത് ജനറലി ഒരു മന്ത്രമായിട്ട് പറയാറില്ല. അപ്പം അടുത്ത മന്ത്രം അതാണ് മെയിൻ മന്ത്രമായിട്ട് പറയുക. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് മന്ത്രം. എന്താണ്? ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി, ചിത്തം എന്ന് പറഞ്ഞാൽ എന്തിനെ അർത്ഥമാക്കുന്നത്? ചിത്തം, മനസ്സിനെയാണ്. ഇപ്പം ഈ മഹാന്മാരൊക്കെ ഡീൽ ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? മനസ്സിനെയാണ്. ഇപ്പം ഈ മനസ്സിനെ മനസ്സിലാക്കി വികസിപ്പിക്കാൻ ഉള്ള കേന്ദ്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ. പക്ഷെ അതാരും നമുക്ക് പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ദൈവത്തിൻ്റെ മതമാക്കി ഹിന്ദു മതത്തെ മാറ്റി. ഹിന്ദു മതം ദൈവത്തിൻ്റെ മതമല്ല, ദൈവം ഒരു മനസ്സിനെ ദൈവീകമാക്കുന്ന മതമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. മറ്റത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മതമാണ്, ഇത് മനസ്സിനെ, മനസ്സിലായില്ല, മനസ്സിനെ ദൈവീകമാക്കുന്ന, അതായത് ജീവാത്മാവിനെ പരമാത്മാവാക്കി പരിവർത്തനം വരുത്തുന്ന മതമാണ് ഏത്? ഹിന്ദു മതം. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാനാണോ അതോ ജീവാത്മാവിനെ പരമാത്മാവായി പരിവർത്തനം വരുത്താനുള്ള പരിശീലനത്തിനാണോ? അതാരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? പറയൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വഴിതെറ്റിപ്പോയി, കംപ്ലീറ്റ് വഴിതെറ്റിയിട്ടാണ് ക്ഷേത്രങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത്. ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനാണ് ഭാഗവതം നമ്മൾ കേൾക്കുന്നത്. അപ്പം നിങ്ങളോടൊക്കെ എനിക്കുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഭാഗവതത്തിൻ്റെ കഥാഭാഗം കേൾക്കുമ്പോഴും കഥകളിലൂടെ ജീവിത സാരം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ കഥ കേട്ടിട്ടും കാര്യമില്ല. അതെങ്ങനെയോ ആചാര്യന്മാരിത് മനസ്സിലാക്കാതെ പ്രചരിപ്പിച്ചു. കാരണം ഇത്രയും ഒരു കൃതി കൈകാര്യം ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. അവരെന്ത് ചെയ്തു വെച്ചാൽ ഇത് കഥകളാക്കി അങ്ങനെ പറഞ്ഞു. ഞാനൊക്കെ ഈ ഭാഗവതം തുടങ്ങുമ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ കമ്പൽസറിയാണ് ഭാഗവതം വായിക്കൽ. ഞാൻ അങ്ങനെ ഭാഗവതം വായിച്ച് മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ പിന്നീട് എൻ്റെ എഡ്യൂക്കേഷനൊക്കെ തുടങ്ങിയപ്പോൾ ഞാനിതൊക്കെ ഒഴിവാക്കി. കാരണം കഥ കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്കറിയാം. ഈ കുട്ടിക്കാലത്തെ കേട്ട കഥകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതിലെന്ത് അർത്ഥമുണ്ട്? എത്ര കാലം നിങ്ങൾ പൂതനയുടെ കഥ കേട്ടിരിക്കും? എത്ര കാലം നിങ്ങൾ ഈ കഥകളൊക്കെ കേട്ടിരിക്കും? പിന്നെയാണ് ഓരോ മഹാന്മാരുമായിട്ടുള്ള ഈ അസോസിയേഷൻ കൊണ്ട്, നിങ്ങളാരും കേട്ടിട്ടുണ്ടോ അറിയില്ല, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ജീനിയസ് ആയിരുന്നു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഗീതാ വ്യാഖ്യാനമുണ്ട്, അത് വായിക്കേണ്ടതാണ്. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. ശിവാരവിന്ദ് കുട്ടിക്ക് എന്തോ അസുഖം വന്നു. അപ്പോൾ ഈ മരിക്കുന്ന സമയത്ത് ഇവൻ വലിയ ശിവഭക്തനായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം ഭക്തിയിലേക്ക് വരുന്നത്. മകനിലൂടെയാണ് അച്ഛൻ ഭക്തിയിലേക്ക് വരുന്നത്. ഇവൻ എവിടെ നിന്നും അറിയില്ല, വലിയ ശിവഭക്തി കിട്ടിയിട്ട് വലിയ ശിവഭക്തനാണ്. അപ്പം ഇവന് രോഗം വളരെ സീരിയസ് ആയി, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു, മരണം, ഇങ്ങനെയുള്ള രോഗമായിരുന്നു. അപ്പോൾ ഇവൻ അച്ഛനോട് പറയുകയാണ്, എനിക്ക് ഗീത വായിച്ച് കേൾപ്പിച്ചു തരുമെന്ന്. 9 വയസ്സോ 10 വയസ്സുള്ള മകനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. എവിടെ നിന്നാണ് ഇവന് ഗീതയെക്കുറിച്ചുള്ള അറിവ്? എന്താ ഇവൻ ഈ പറയുന്നത്? ഈ അച്ഛൻ ഗീത വാങ്ങിച്ചു കൊണ്ടുവന്ന് വായിക്കുക, ഒരെത്തും പിടിയും കിട്ടില്ല, ഇതെന്താ വായിക്കുന്നത് എന്നുള്ളത്. പ്രൊഫസറൊക്കെയാണ്, പക്ഷേ ഇത് വിഷയം തലേ കയറണ്ടേ. അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് പ്രൊഫസറുമാണ്, ഇതൊന്നും തലേ കയറണ്ടേ ഈ ഗീതയൊക്കെ. അങ്ങനെ
മകൻ മരിച്ചു. അദ്ദേഹത്തിന് വലിയ കുറ്റബോധമായി. ആ മകൻ വായിക്കാൻ പറഞ്ഞ ഗീത എനിക്ക് അറിയില്ലല്ലോ എന്താണെന്നുള്ളത്. അങ്ങനെ പാലക്കാട് ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അതേ ഒരു വളരെ ഒരു ജീനിയസ് ആയിട്ടുള്ള സ്വാമിജി ആയിരുന്നു. രമണ മഹർഷിയുടെ ആർഡൻ ഡിവോട്ടി ആയിരുന്നു. അപ്പം അദ്ദേഹം തൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവിടെ സന്യസിച്ച് അവിടെ ഒരാശ്രമമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിനടുത്ത് പോവും ഈ ബാലകൃഷ്ണൻ നായർ. അപ്പം അങ്ങനെ ബാലകൃഷ്ണൻ നായർ അവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ട് അദ്ദേഹത്തിൻ്റെ സംസ്കൃതമൊക്കെ നല്ല അറിവായി. അങ്ങനെ അദ്ദേഹം പഠിച്ചെടുത്ത് ഒരു വശത്ത് പ്രൊഫസറുടെ ജോലി, വേറൊരു വശത്ത് ഗീത പഠിക്കുക, ഇതൊക്കെ പഠിക്കുക. പിന്നെ അദ്ദേഹത്തിനത് വലിയ സ്വാധീനമുണ്ടാക്കി. അദ്ദേഹത്തിനത് സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അതിലായി. അവസാനം ഈ ഒരു ബോധത്തിൽ ശരീരം ഉപേക്ഷിച്ച ആളാണ്. അപ്പം അദ്ദേഹം ഗീതയ്ക്ക് എഴുതിയൊരു വ്യാഖ്യാനമുണ്ട്, ശിവാരവിന്ദം വ്യാഖ്യാനം എന്ന ഭാഷ്യമുണ്ട്. മകൻ്റെ പേര് ശിവാരവിന്ദൻ എന്നായിരുന്നു. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. പ്രൊഫസർ, നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണത് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ധാരാളം നാരായണ ഗുരുദേവൻ്റെ വർക്കല അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നാരായണ ഗുരുദേവൻ അവിടെ സ്വാമിജിമാരുണ്ടല്ലോ, ഈ വർക്കല ശിവഗിരിയിലെ സ്വാമിജിമാർ. അപ്പോൾ അവർക്ക് നാരായണ ഗുരുദേവ കൃതികളും മറ്റും പഠിപ്പിക്കാൻ ഒരാചാര്യനെ നിശ്ചയിക്കണം. നാരായണ ഗുരുദേവൻ്റെ കാലശേഷമാണ് അതൊക്കെ. ഒരാളെ വെക്കണം. ഇപ്പോൾ ഈ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ റിട്ടയർമെൻറ്റിന് ശേഷം അവിടെ ആചാര്യനായിരുന്നു. നാരായണ ഗുരുദേവൻ്റെ കംപ്ലീറ്റ് കൃതികൾക്ക് വ്യാഖ്യാനം രചിച്ച ആളാണ് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ. അത്ര ജീനിയസ് ആയിരുന്നു. അപ്പം ഇദ്ദേഹം ഒരിക്കൽ പാലക്കാട് വരുന്നുണ്ടായി. ഞാനന്ന് പാലക്കാടുള്ള കാലത്ത്. അപ്പം അവിടെ ഒരു 10 ദിവസം ഭാഗവതം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറേ പ്രായമായുള്ള സമയത്ത്. അപ്പം ഈ ഭാഗവതം കേൾക്കാൻ ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം താമസിക്കുന്നതൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടൊരു വീട്ടിലാണ്. അപ്പോൾ അവർ വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ. അപ്പോൾ ഈ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. കിട്ടുന്ന സമയം, കാരണം ഇത് വൈകുന്നേരം മാത്രമേ ടോക്കുള്ളൂ, ബാക്കി സമയം ഫ്രീ ആണ്. അപ്പോഴാണ് ഭാഗവതത്തിൽ നമ്മൾ കാണാത്തതായ ഭാഗങ്ങളുണ്ടെന്ന്. പിന്നീട് അതൊരു പുസ്തകം അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ പേര് ഭാഗവത ജ്ഞാനാമൃതം എന്ന്. ജി ബാലകൃഷ്ണൻ നായർ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ പുസ്തകം വാങ്ങിക്കണം കിട്ടുകയാണെങ്കിൽ. ഭാഗവതത്തിൻ്റെ ഒരു എസൻസ് ബാലകൃഷ്ണൻ നായർ എഴുതിയൊരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് കുറേയും കൂടി ഭാഗവതത്തിൻ്റെ ഉൾക്കാഴ്ച കിട്ടും. അപ്പോഴാണ് മനസ്സിലായത്, ഈ ഭാഗവതം കഥ പറയാനല്ല, ഭാഗവതത്തിൻ്റെ ലക്ഷ്യം കഥയല്ല. ഒരു ശ്ലോകമൊക്കെ അവർ നമ്മുടെ കണ്ണിൽ കാണിച്ചു തന്നത് ഭാഗവതത്തിലെ 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകം, സെക്കൻഡ് വോള്യത്തിൽ. നിങ്ങളുടെ കയ്യിൽ സെക്കൻഡ് വോള്യം ഉണ്ടെങ്കിൽ ആ ശ്ലോകമൊക്കെ ഒന്ന് പഠിക്കണം നമ്മൾ. 12-ാം സ്കന്ധം 3-ാം അധ്യായം 14-ാം ശ്ലോകം. ശരിക്കും ഈ ശ്ലോകമൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഭാഗവതം കേൾക്കേണ്ടത്. അത് ഈ മുതിർന്നവരൊക്കെ എന്താ വെച്ചാൽ ഭാഗവതം പുസ്തകം വാങ്ങിക്കില്ല, വെറുതെ പൊട്ടന്മാരെ പോലെ കേട്ടിരിക്കും. അങ്ങനെ കേട്ടതുകൊണ്ട് കാര്യമില്ലേ, നിങ്ങൾ അതൊന്ന് പഠിച്ചെടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഭാഗവതത്തിൻ്റെ ഒരു മഹത്വം, ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാവുക. അത് ഈ ഇങ്ങനെയുള്ള മഹാന്മാരിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, വേറൊരാൾ ഒരു പ്രൊഫസർ, ഒരു റിട്ടയേർഡ് പ്രിൻസിപ്പളായ ശൂലപാണി വാര്യർ, അത് അനദർ ജീനിയസ് ആയിരുന്നു. അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഇങ്ങനെയുള്ള വളരെ ജീനിയസ് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ ഈ കഥ കേട്ട് പോവരുത്. നിൽക്കട്ടെ, ശ്ലോകം ഏതായിരുന്നു? 12-ാം സ്കന്ധം 3-ാം അധ്യായം 14. കിട്ടിയോ എല്ലാവർക്കും? ഈ ശ്ലോകം ശ്രദ്ധിച്ചു വായിക്കണേ. കഥാ ഇമാംസ്തേ കഥിതാ മഹീയസാം വിധായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാനവൈരാഗ്യ വിവക്ഷയോ വിഭോ വജോ വിഭൂതിർ നദു പാരമാർത്ഥ്യം. ഇതാണ് ശ്ലോകം. കണ്ടു? ഇനി ശ്രദ്ധിക്കുക. കഥ ഇമാ കഥ. ഇമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ കഥകൾ. ഇമാ കഥ, ഭാഗവതത്തിലെ കഥകൾ.
ആരെക്കുറിച്ചുള്ള കഥകൾ? ഇമാ കഥ കഥാ ഇമാം സ്തേ കഥിതാം, പറഞ്ഞിട്ടുള്ള ഇവിടെ കഥിതാം, കഥിതം കഥനം ചെയ്തിട്ടുള്ള കഥകളൊക്കെ ആരെക്കുറിച്ച്? വിധായ ലോകേഷു യശപ്പരേഷാം, ഈ ലോകത്തിൽ ജീവിച്ചവരെയും ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയവരെക്കുറിച്ചൊക്കെയുള്ള കഥകൾ ഈ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞത്? അടുത്ത വരിയാണ് പ്രധാനം. വിജ്ഞാന വൈരാഗ്യ. എന്തിനാണ്? നമുക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനാണ്. ഇപ്പം എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ വിജ്ഞാനം? ഇതൊക്കെ സംസ്കൃതത്തിൽ അർത്ഥം എടുക്കണം, അല്ലെങ്കിൽ തെറ്റും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം വേറെയാണ്. അവനെ ഞാൻ ഒരു വഴിക്ക് വിടില്ല എന്ന്. അത് 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 ദേഷ്യത്തിൻ്റെ വെറുപ്പിൻ്റെ വൈരാഗ്യമാണ്, അല്ലേ? ആത്മീയതയിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ, ആത്മീയതയിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എവിടെ അമിതമായ ഒട്ടലുണ്ടോ ആ ഒട്ടൽ വിടാനുള്ളൊരു കഴിവ്, മനസ്സിലായില്ലേ? പരാശ്രയം വിടാനുള്ളൊരു കഴിവ് വിജ്ഞാനം. എന്നാൽ സ്വ ആശ്രയം നേടാനുള്ളൊരു പ്രയത്നം. ഇപ്പം ആശ്രയം, പരാശ്രയത്തിൽ നിന്നും മനസ്സിനെ എന്ത് ചെയ്യണം? മനസ്സിലായില്ല. വീട്ടിൽ പയറൊക്കെ നടാറുണ്ടോ? ഇത്തിരി സ്ഥലമൊക്കെ ഉള്ളവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പയറ് നടാറുണ്ടോ? അല്ലെങ്കിൽ വീട്ടിൽ ചെടികളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ശംഖുപുഷ്പം പോലുള്ള, പിച്ചി പോലുള്ള വള്ളിച്ചെടികളില്ലേ, അപ്പം അതൊന്ന് വളർന്ന് കിട്ടാൻ വരെ അതിനൊരു ഊന്ന് കൊടുക്കണം, ഒരു താങ്ങ് കൊടുക്കണം, ഒരു സപ്പോർട്ട് കൊടുക്കണം. വേണ്ടേ? വേണോ? പിന്നെ എന്തു ചെയ്യും? അതങ്ങോട്ട് പടർന്ന് അങ്ങോട്ട് കയറി പോയിക്കോളും. എവിടെയെങ്കിലും ഇപ്പം ഗ്രില്ലൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ ആ ഗ്രില്ലിൽ അങ്ങോട്ട് കയറി, വീടിനോട് ചേർന്നിട്ട് ഇപ്പം ശംഖുപുഷ്പമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി പിടിച്ചോളും, അല്ലേ? അങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ കമ്പ് പോയാലും വള്ളി വിട്ടുപോവോ? കാരണം അവിടെ കയറി ചുറ്റിപ്പിണർന്ന് അതങ്ങനെ പിടിച്ചു കൂടിയിട്ടുണ്ടാവും. ഈ പയറുവള്ളിക്കൊരു കുഴപ്പമുണ്ട്, അതങ്ങോട്ട് കയറിപ്പോവില്ല, അതെവിടെ തന്നെ നിൽക്കും. എവിടെ നിൽക്കും? ആ കമ്പിൽ തന്നെ നിൽക്കും. അങ്ങോട്ട് കയറി പോയില്ല എന്ന് വിചാരിക്കുക. ആ കമ്പ് വീണു പോയാലോ? വള്ളിയും വീണു. ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥ അതുപോലെയാണ്. നമ്മൾ കയറി പിടിച്ചതൊന്നും ഉറപ്പില്ലാത്തതാ, കയറി പിടിച്ചതൊന്നും കൂടെ ഇല്ലാത്തതാ. അപ്പം ഇനി ആ മനസ്സിനെ നമ്മൾ വളർത്തണം. ഏതിലേക്ക് വളർത്തണം? ഏത് ബോധം? അവബോധത്തിലേക്ക് വളർത്തണം. അവബോധത്തിലേക്കും അവബോധത്തിൽ നിന്ന് അങ്ങനെ ഒരു വളർച്ചയുണ്ട് മനസ്സിന്. ഈ വളർച്ചയുടെ പേരാണ് സ്വ ആശ്രയം. മറ്റതിൻ്റെ പേരാണ് പരാശ്രയം. എന്താണ്? ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് നിൽക്കുന്നത് പരാശ്രയത്തിലാണ്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ നെഞ്ച് തകരുന്നത്, കൂടെയുള്ളവർ മരിച്ചു പോയാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, തകർന്നു പോകുന്നത്. മനസ്സിലായില്ലേ? പരാശ്രയത്തിൽ കയറി പിടിച്ചാൽ ആരായിട്ടും കാര്യമില്ല. മനസ്സിലാവുണ്ടോ? ജീവിതം താളം തെറ്റും. അപ്പോൾ ഈ ചെറുപ്പത്തിലെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടിയിരുന്നു സ്വ ആശ്രയത്തെ പിടിക്കാനായിട്ട്. അതാരും പറഞ്ഞതില്ല. നിൽക്കട്ടെ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്? വിജ്ഞാന വൈരാഗ്യ. ഈ വാക്ക് മറക്കരുത്. എന്തിനാണ്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ. കഥകളൊക്കെ വജോ വിഭൂതിർ നതു പാരമർത്യം. വജോ വിഭൂതി. വജോ വിഭൂതി എന്ന് പറഞ്ഞാൽ, വജോ എന്ന് പറഞ്ഞാൽ വാക്ക്, വിഭൂതി പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയാം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും? കുറച്ചൊരു പൊടുപ്പും തൊങ്ങലും വെക്കുക എന്നൊക്കെ പറയില്ലേ? എന്ന് വെച്ചാൽ ഇത്തിരി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുക. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മളതിലിത്തിരി മസാല ചേർത്ത് അങ്ങോട്ട് പറയും. അതിനിത്തിരി എംബ്രോയിഡറി കൊടുക്കും, അതിന് കുറച്ചുകൂടിയും കഥ കൂട്ടി പറയും, ഇല്ലേ? കൊച്ചു കുട്ടികളോടൊക്കെ വർത്തമാനം പറയുമ്പോൾ അപ്പോൾ അച്ഛൻ വന്നോ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങിയാൽ ഇല്ലാത്തത് എത്ര ഗംഭീരമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാക്കും. ചെറിയ കൊച്ചു കുട്ടികൾ വർത്തമാനം പറയണ കേട്ടില്ലേ?
അമ്മമാർ തന്നെ ഞെട്ടിപ്പോയി, എവിടുന്നാണ് ഇതിനിങ്ങനെയൊക്കെ കഥ ഉണ്ടാക്കണതെന്ന്. ചെറിയൊരു കാര്യം കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അതിനെയും ബേസ് ചെയ്ത് കഥ ഉണ്ടാക്കൂ. ചില കുട്ടികൾക്ക് അതിനുള്ളൊരു സാമർഥ്യം ഇല്ലേ? കണ്ടില്ലേ അങ്ങനെയുള്ള കുട്ടികളെ? ഉണ്ടോ ഇല്ലയോ? ഭയങ്കര സ്റ്റോറി മേക്കിംഗ് കുട്ടികളുണ്ട്. നമ്മൾ സത്യം ചിലപ്പം എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. ചിലപ്പം വിചാരിക്കും ഇതൊക്കെ സത്യമാണ്, ചിലപ്പോൾ അസ്സല് നുണയായിരിക്കും. അമ്മ അടിച്ചു, അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെയൊക്കെ കഥ പറയുന്ന കുട്ടികളില്ലേ? ഇല്ലേ? എന്നാൽ അതിന് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ലേ. ഇതങ്ങനെ പൊടുപ്പം തൊങ്ങലും വെച്ച് അല്ലേ? അതിൽ ചിലത് യാഥാർത്ഥ്യം ഉണ്ടാവും, ചിലത് യാഥാർത്ഥ്യം ഉണ്ടാവില്ല. അതിപ്പോൾ MLA അറിയുള്ളൂ എന്താ യാഥാർത്ഥ്യം അല്ലാത്തത് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഒരു MLA അങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെന്തോ വിളിച്ചു പറഞ്ഞു, ചിലർ അതിലിപ്പോൾ ഏതാ യാഥാർത്ഥ്യം അല്ലാത്തതെന്നുള്ളത് അവനവന് തന്നെ അറിയുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഈ കഥകൾക്കൊക്കെ ഉള്ളിലുള്ള ജ്ഞാനവൈരാഗ്യങ്ങളെ എടുക്കാനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ജ്ഞാനവും വേണം, വൈരാഗ്യവും വേണം. അപ്പം എന്താണ് ജ്ഞാനം? നേടേണ്ടത് എന്ന് ജ്ഞാനവും അതിനുള്ള പരിശീലനമാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന വാക്കിൻ്റെ സംസ്കൃത അർത്ഥം, വൈരാഗ്യം എന്നാൽ രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് വിഗത രാഗം, വൈരാഗ്യം. വിഗതം ഗതം പോവുക, രാഗം പോവുക. രാഗം എന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള രാഗം, അനുരാഗം എന്നൊക്കെ പറയില്ലേ, ആ അമിതമായ ഒട്ടൽ പോണം. മറ്റൊരു അർത്ഥം വിശേഷേണ രാഗം, ഒന്നിനോട് രാഗം ഉണ്ടാവുക. ഒന്നിനോട് രാഗമുണ്ടാവണം, മറ്റൊന്നിൽ നിന്ന് രാഗം വിടണം. ഏതിനോട് രാഗമുണ്ടാവണം? ഏതിനോട് രാഗമുണ്ടാവണം? കൂടെ വന്നില്ലേ നിങ്ങൾ? ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ചേർത്ത് വായിക്കൂ. എന്താ ഭക്തി? നാമജപത്തിനോടുള്ള ഒരു ആസക്തി, അതൊരു രാഗമാണ് അല്ലേ? അപ്പം നാമജപാദികളോടുള്ള രാഗം വിടണം, കുടുംബകാര്യങ്ങളിലുള്ള രാഗം കൂടണം. അതാണോ വേണ്ടത്? അല്ല, നാമജപാദികളിലുള്ള രാഗം കൂടണം, മറ്റത് വിടണ്ട. നിങ്ങൾ ഇതിനോട് രാഗം കൂടിയാൽ തന്നെ മറ്റിടത്ത് മനസ്സ് കുറഞ്ഞു വരും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനാണ് ഏത് കേൾക്കേണ്ടത്? ഇപ്പം ഭാഗവതം ഒരു ലൈഫ് മാനുവലാണ്. ഭാഗവതം ഒരു ജീവിതം നിങ്ങൾക്ക് ധന്യമാക്കി തരുന്നൊരു കൃതിയാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം, ശ്രദ്ധിക്കുക. ഒന്ന് തിയറി ക്ലാസ്സും, രണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്. ക്ഷേത്രം ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ലാബാണ്. ക്ഷേത്രം ഒരു സ്പിരിച്വൽ ലബോറട്ടറിയാണ്. എന്നാൽ സത്സംഗം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തിയറി ക്ലാസ് പഠിക്കുകയാണ്. കാര്യങ്ങളെയെല്ലാം വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയാണ്. അപ്പം എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ഇത് പ്രഹ്ലാദനിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഭാഗവതം കേൾക്കണം. അപ്പം ഭാഗവതം കേട്ട് അതിനെ പ്രായോഗികമാക്കാനുള്ള, പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ഇത്. ഇപ്പം ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ കേട്ടിട്ടാണ് എന്ത് കൈ തരൂ, സ്റ്റിയറിംഗ് കൈ തരൂ അല്ലേ? ഇതെന്താ ഏതാന്നൊക്കെ അറിയാതെ വണ്ടിയിൽ ആദ്യം തന്നെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ആഞ്ഞ് ചവിട്ടും, പിന്നെന്താ ഉണ്ടാവുക എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ സ്പെയർ സാധനങ്ങൾ അപ്പുറത്ത് വെക്കുന്നത്. പഠിപ്പിക്കുന്നവൻ്റെ കാലിൻ്റെ ചോട്ടിലും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ഉണ്ടാവും. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പഴയ കാലത്തൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ? ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവരോട് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതുകൊണ്ടല്ലേ ഈ ലേണിംഗ് ലൈസൻസ് എടുക്കുന്നവരുടെയൊക്കെ കാറിൻ്റെ പുറകിൽ എന്ത് വയ്ക്കണം? എൽ എന്ന് വെച്ചാൽ അത് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എല്ല് വേണമെങ്കിൽ മാറിക്കോന്ന്. നിങ്ങൾക്ക് എല്ല് വേണമെന്നുണ്ടെങ്കിൽ മാറി നടന്നോ, എനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞ പോലെ. ഇപ്പം നമുക്ക് തിയറി ക്ലാസ്സും പ്രാക്ടിക്കലും വേണമല്ലോ. അപ്പം ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് ഒരു തിയറി ക്ലാസ്സാണ്. ക്ഷേത്രം ഒരു
പ്രാക്ടിക്കൽ സ്ഥലമാണ്. അതുകൊണ്ട് എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? ഇത് വ്യക്തമായി നമുക്കറിയണം. ഇപ്പം എന്താ വെച്ചാൽ തിയറി അറിയാതെ എവിടെ പോകണു? പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോകുന്ന അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. തിയറി അറിയാതെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോയിട്ട് എന്താ ചെയ്യുക? വായും പൊളിച്ചിരിക്കുക തന്നെ. അതുകൊണ്ട് നമ്മൾ കുറേ പ്രദക്ഷിണം വെക്കണോ, എന്തോ ചെയ്യണോ, എന്നിട്ടോ സ്വഭാവത്തിലൊരു മാറ്റമില്ല. അതുപോലെ തന്നെ കാരാസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? ഉണ്ടോ? ചില അരിഷ്ടത്തിൻ്റെ കുപ്പിയിൽ നിങ്ങൾ എന്ത് വെളിച്ചെണ്ണ ഒഴിച്ചാലും വീണ്ടും എന്ത് സ്മെല്ല് വരും? അരിഷ്ടത്തിൻ്റെ സ്മെല്ല് വരും. അങ്ങനെ തന്നെ ഉണ്ടാവും അത്, ഇല്ലേ? അതിൻ്റെ വാസന വിട്ടുപോയില്ല. ഇതുപോലെ എത്ര അമ്പലത്തിൽ പോയിട്ടും ശങ്കരൻ വീണ്ടും തെങ്ങ് തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞ് ചെയ്യണോ അറിയാതെ ചെയ്യണോ? അറിഞ്ഞ് ചെയ്യണം. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം 2 വാക്കുകൾ മറക്കരുത്. ഒന്ന്, പൂർണ്ണത നേടാനാണ് വന്നത് എന്ന് മറക്കരുത്. എന്തിനാ വന്നത്? പൂർണ്ണത കൈവരിക്കാൻ. അതിനെന്ത് വേണം? നമ്മൾ ബോധത്തിൽ നിന്നും അബോധത്തിൽ നിന്നും ഉപബോധത്തിൽ നിന്നും എങ്ങോട്ട് ഉയരണം? ഏത് ബോധാവസ്ഥയിലേക്ക് ഉയരണം? അവബോധാവസ്ഥ. അവബോധത്തിൽ നിന്നും പൂർണ്ണബോധത്തിലേക്ക്. അപ്പം ഈ വികാസത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. അങ്ങനെ വികസിപ്പിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കേണ്ട കേന്ദ്രമാണ് ക്ഷേത്രം എന്നുള്ളതും ബോധം വേണം. പൂർണ്ണത കൈവരിക്കാൻ വന്നോ, അത് പരിശീലിക്കാനുള്ള കേന്ദ്രം ക്ഷേത്രം. ഒന്നുകൂടി പറയാം, പൂർണ്ണത കൈവരിക്കാനാണ് വന്നതെന്ന വ്യക്തത മനസ്സിലാക്കാൻ ഭാഗവതവും, അത് കൈവരിക്കാനുള്ള പരിശീലനം നേടാനുള്ള കേന്ദ്രം ക്ഷേത്രം.